നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. CITUവിൻ്റെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ അവകാശ ദിനത്തോടനുബന്ധിച്ച് മാർച്ചും ധർണയും നടന്നു. ടെലിഫോൺ ഭവന് മുന്നിൽ നടന്ന ധർണ CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയ അടിസ്ഥാനത്തിൽ ഒരു മിനിമം വേജ് കൊണ്ടുവരണം എന്നതാണ് പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 8 മണിക്കൂറാണ് ജോലി സമയം. പ്രാകൃതമായ നിലയിൽ സെക്യൂരിറ്റി ജീവനക്കാരെ കൊണ്ട് തൊഴിൽ ചെയ്യിക്കുന്ന സാഹചര്യം രാജ്യത്തിനകത്തുണ്ട്. അതിന് മാറ്റം വേണം. 8 മണിക്കൂർ മാത്രമേ തൊഴിലാളികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടി പാടുള്ളൂ എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട മുദ്രാവാക്യമായിട്ട് ഉയർത്തുന്നത്. ഈ ഡിമാൻഡുകളെല്ലാം വെച്ചുകൊണ്ട് ദേശീയ നേതൃത്വം കേന്ദ്ര ഗവൺമെന്റ് ഒരു മെമ്മോറണ്ടം സമർപ്പിക്കുകയുണ്ടായി. ആ മെമ്മോറണ്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രതികരണവും കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്ത് ഇതുവരെയും വന്നിട്ടില്ല എന്നതാണ്. നമുക്കറിയാം, കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്തിനകത്തുള്ള തൊഴിലാളികൾക്കെതിരായിട്ട് തൊഴിലാളികൾ നേരത്തെ നേടിയെടുത്തിട്ടുള്ള സംരക്ഷണ നിയമങ്ങളെല്ലാം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം പൊതുവിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും എന്നതാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പെയും അതുപോലെ തന്നെ അതിനുശേഷവും നിരന്തരമായി നടത്തിയ പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് രാജ്യത്തിനകത്ത് തൊഴിൽ തർക്ക നിയമങ്ങൾ കൊണ്ടുവന്നത്. ആ നിയമങ്ങളെല്ലാം ഭേദഗതി ചെയ്ത് 4 കോണുകളാക്കി മാറ്റി തൊഴിലുടമകൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിയമമാണ് പാർലമെന്റിനകത്ത് അവതരിപ്പിച്ച് പാസാക്കിയെടുക്കുന്നതിന് വേണ്ടി അവർ കഴിഞ്ഞു എന്നതാണ്. കടുത്ത ചൂഷണത്തിന് വിധേയരാവുന്നവരാണ് CITU തൊഴിലാളികൾ. 8 മണിക്കൂറിനേക്കാൾ കൂടുതൽ സമയം ജോലി ചെയ്യിക്കരുത് എന്ന ആവശ്യമുന്നയിച്ച് കേന്ദ്ര ഗവൺമെന്റിന് ഇതിനെതിരെ മെമ്മോറാണ്ടം സമർപ്പിച്ചിരുന്നുവെന്നും എന്നാൽ അതിന് പരിഹാരം ഉണ്ടായില്ലെന്നും PV കുഞ്ഞപ്പൻ പറഞ്ഞു. ഒരു സംരക്ഷണവും സെക്യൂരിറ്റി തൊഴിലാളികൾക്ക് വേണ്ടെന്നും 12 മണിക്കൂർ വരെ തൊഴിൽ ചെയ്യാമെന്നുമായിരുന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ മറുപടിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ഉപേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ജില്ലാ സെക്രട്ടറി K മോഹനൻ സ്വാഗതം പറഞ്ഞു. കണ്ടം കൊച്ചി നാരായണൻ, ശ്രീനാഥ്, MV നികേഷ്, K രാജീവൻ, ലത, ജയശ്രീ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം Facebook, YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തയുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.